നമ്മള് വളരെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് SBA ക്ലർക്ക് അല്ലെ. അപ്പോ SBA ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എക്സാം ഡേറ്റ് അല്ലെ, നമ്മൾക്ക് ആദ്യത്തെ കടമ്പ എന്താ? പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. അപ്പൊ പ്രിലിംസിന്റെ ഡേറ്റ് എന്നാണ് നടക്കുന്നതെന്ന് ഒഫീഷ്യൽ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നിങ്ങൾ ഓൾറെഡി ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് SBA ക്ലർക്കിനുള്ള പ്രിപ്പറേഷൻ അല്ലെ. അപ്പോ അതിന്റെ ഫസ്റ്റത്തെ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആദ്യത്തെ കടമ്പ, ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ള ആദ്യത്തെ ചുവട് എന്നൊക്കെ പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രിലിംസിന്റെ ഡേറ്റ് SBA അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഏതൊക്കെ ദിവസങ്ങളാണെന്ന് നമുക്ക് നോക്കാം. റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ്സ് ക്ലർക്കിന് അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത്. ഡേറ്റ് നടക്കുന്ന ദിവസങ്ങൾ ഇതാ പറഞ്ഞിട്ടുണ്ട്. 22, 22-ാം തീയതി, 27-ാം തീയതി, 28-ാം തീയതി ഫെബ്രുവരി മാസം, 22, 27, 28 ആൻഡ് 1 മാർച്ച് 2025. 4 ദിവസമാണ് എക്സാം ഉള്ളത്. 22, 27, 28 ഫെബ്രുവരി മാസം, മാർച്ച് 1-ാം തീയതി. അപ്പോ ഇന്ന് നമുക്ക് ഇനി പഠിക്കാനായിട്ട് വളരെ എത്രയാണ്, ഏകദേശം ഒരു 20-22 ദിവസമാണ് നമ്മളുടെ മുന്നിലുള്ളത്. എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. പ്രിലിംസ് എക്സാമിനേഷൻ നമ്മൾ ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇനിയും നമ്മളുടെ പഠനമൊക്കെ എന്താക്കണം? നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്തെടുക്കണം. നിങ്ങൾ വീക്കായിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണെന്ന് നോക്കി അത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്ത് പഠിക്കണം. നിങ്ങളുടെ പ്രധാനമായിട്ട് പ്രിലിംസിന് വരുന്നത് ഇംഗ്ലീഷ്, റീസണിങ് ഒക്കെ ഉണ്ട് അല്ലെ, QA. ഈ 3 ടോപ്പിക്കാണ് നമുക്ക് പ്രിലിംസിന് വരുന്നത്. അത് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുക. മാക്സിമം മാർക്ക് നമ്മൾ പ്രിലിംസിന് സ്കോർ ചെയ്യണം. ഇപ്പൊ വേക്കൻസി കൂടുതലാണ്, കട്ട് ഓഫ് കുറയും എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പാനായിട്ട് ആരും നിൽക്കരുത്. കാരണം കട്ട് ഓഫ് ആ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഇപ്പൊ അവർക്ക് വേണ്ടത് 426 വേക്കൻസിയാണ്, 500 വേക്കൻസി ആണെന്ന് കരുതാം. 3 ഇരട്ടി ആൾക്കാരെ എന്തിനു വിളിക്കുന്നു കരുതുക. ഞാൻ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് കേട്ടോ. എന്തിനെ? മെയിൻസ് എഴുതാൻ വിളിക്കുന്നു. 1500 ആൾക്കാർ മെയിൻസ് എഴുതാൻ വിളിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. 1500 ആൾക്കാർക്ക്, അവർക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് 80-ൽ മേലെ മാർക്ക് 1500 ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരല്ലേ ഫസ്റ്റ് എടുക്കുള്ളൂ. അങ്ങനെയാണ് കട്ട് ഓഫ് എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. ഞാൻ കട്ട് ഓഫ് 80 വരുന്നല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. കട്ട് ഓഫ് കുറയും, പക്ഷേ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ആ കൊല്ലത്തെ വേക്കൻസിനെയും ആ കൊല്ലത്തെ എക്സാമിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ കൊല്ലം നമ്മൾ എക്സാം എഴുതാൻ പോകുന്നേ ഉള്ളൂ. വേക്കൻസി നല്ല രീതിയിലുണ്ട്. നമ്മളുടെ പഠനം നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ടൈമാണ്. ഉഴപ്പാനായിട്ട് ആരും ഇരിക്കരുത്. ഈ ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവങ്ങള്, പെരുന്നാളുകള്, ആഘോഷങ്ങള് എല്ലാം ഉള്ള മാസമാണ്. ചൂട് കൂടുതലായിരിക്കും, പഠിക്കാൻ മടി ഉണ്ടാവും, റെസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. മക്കളെ, നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട. നമ്മളുടെ ലക്ഷ്യം SBA എന്ന് പറയുന്ന ആ പ്രസ്റ്റീജിയസ് ബാങ്കിലെ ക്ലർക്കൽ പോസ്റ്റുകളിലേക്കുള്ള എൻട്രി ആണ്. നമ്മൾ ഒരുപാട് കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് പ്രിലിംസ്. അത് നടക്കുന്ന ഡേറ്റ് എന്നാ? 22, 27, 28 ഫെബ്രുവരി മാസത്തിലെ മാർച്ച് 1-ാം തീയതിയാണ്. നിങ്ങൾക്ക് കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് എന്നോട്ട് ചെയ്യാൻ പറ്റും? 10-ാം തീയതി, ഫെബ്രുവരി 10-ാം തീയതി തൊട്ട് നമുക്ക് കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാം. ഒരുവിധം എല്ലാവർക്കും അടുത്ത് തന്നെയായിരിക്കും എന്ത് കിട്ടുക? എക്സാം സെന്റർ കിട്ടുക. ഇൻ കേസ് മാക്സിമം അടുത്ത് തന്നെയാണ് കിട്ടുക. എല്ലാവർക്കും നമ്മുടെ സെന്ററിൽ തന്നെ എന്ത് കിട്ടും? അടുത്തുള്ള സെന്ററിൽ തന്നെ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. അതിലൊന്നും ആർക്കും ടെൻഷൻ വേണ്ട. ഇൻ കേസ് കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം ഷിഫ്റ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാനാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? കുറച്ച് മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യുന്നത്? സെന്റർ പബ്ലിഷ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ ഓൾറെഡി ചിലപ്പോൾ എക്സാംസ് എഴുതിയിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാം. നമ്മളുടെ 100% എഫേർട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിനുള്ള ടൈം ആയിട്ടുണ്ട്. മറക്കണ്ട. 22-ാം തീയതി, 27-ാം തീയതി, 28-ാം തീയതി, മാർച്ച് 1-ാം തീയതി. 22-ാം തീയതിയാണ് നമ്മളുടെ എക്സാം വരിക എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. ആദ്യത്തെ ഷിഫ്റ്റിൽ നമ്മൾ എഴുതേണ്ടി വന്നാൽ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ആയിരിക്കണം. ഫസ്റ്റ് ദിവസം എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിനു വേണ്ടി നിങ്ങളുടെ പഠനം സെറ്റ് ചെയ്യാം.
ഫുൾ സ്വിങ് ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, പഠിക്കാം. നല്ല രീതിയിൽ ഉഷാറായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. എവിടെയാണോ നിങ്ങൾക്ക് മാർക്ക് പോകുന്നത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. നല്ല രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. മാർക്ക് പോകുന്ന ആ പോർഷൻ എടുത്ത് അതിന് കുറച്ച് കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കാം. അങ്ങനെ മോക്കുകൾ നല്ല രീതിയിൽ ചെയ്യണം. മോക്ക് തന്നെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഇനി ഞാനൊരു കാര്യം പറയാം. നമുക്ക് കോൾ ലെറ്റർ വരുമ്പോൾ നമുക്ക് ഇന്ന സമയം, ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് ഉച്ച തിരിഞ്ഞുള്ള ഷിഫ്റ്റ് ആണ് എക്സാം സെന്റർ കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു 2 മണി എക്സാമ്പിൾ ആണ് പറയുന്നത്. 2 തൊട്ട് 3 വരെയുള്ള ഷിഫ്റ്റ് ആണ് എക്സാം. അപ്പൊ ചിലപ്പോ ചില ആൾക്കാർ ആ 2 മണി സമയത്ത് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും. ആ 2 മണി സമയത്ത് നമ്മൾ എന്താണ്, ചില ആൾക്കാർ ആ 2 മണി സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു 2-3 മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, 2 മണി സമയത്ത് ചെയ്യാം. 2 തൊട്ട് 3 വരെയുള്ള സമയം എന്ത് ചെയ്യാം, മോക്ക് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി അതിലേക്ക് പ്രിപ്പയർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ മുൻകൂട്ടിയൊക്കെ ടൈം തരുന്നത്. മോർണിംഗ് ആയിരിക്കുന്ന ഷിഫ്റ്റ് ആൾക്കാരാണെങ്കിൽ ആ മോർണിംഗ് എഴുന്നേക്കുക. ചില ആൾക്കാർ നേരം വൈകിയാണ് എഴുന്നേക്കുക. അവരെന്ത് ചെയ്യുക, മോർണിംഗ് എഴുന്നേറ്റ് അത് നന്നായിട്ട് ആ മോക്ക് ടെസ്റ്റ് ആ ടൈമിൽ ചെയ്യാം. 10-ാം തീയതി നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ്, എക്സാം വിൽ പ്രിലിമിനറി കോൾ ലെറ്റേഴ്സ് ഫോർ ദി പ്രിലിമിനറി എക്സാം വിൽ ബി പബ്ലിഷ്ഡ് ഓൺ ദി ബാങ്ക് വെബ്സൈറ്റ് ബൈ 10th February. 10-ാം തീയതി നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം. കാരണം ചിലവർക്ക് ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓൾറെഡി ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന റുട്ടീനിലാണ് ചിലപ്പോൾ പോവുക. അപ്പൊ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ, പിന്നെ ട്രാവൽ ചെയ്ത് എത്തുമ്പോഴുള്ള ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ളവരിപ്പോ കുറച്ച് ദൂരെയാണെങ്കിൽ 50 കിലോമീറ്റർ ഒക്കെ നിങ്ങൾക്ക് എക്സാം സെന്ററിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം വന്ന് സ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിക്കാം. തലേ ദിവസം വന്ന് സ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഫ്രഷ് അപ്പ് ആയിട്ട് വളരെ കൂൾ മൈൻഡ് ആയിട്ട് എക്സാമിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എത്തുമോ ഇല്ലേ എന്നുള്ള ടെൻഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, എക്സാമിനെ എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക. മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ജസ്റ്റ് നമ്മൾ എന്താണ്, ഇന്ന ദിവസം എക്സാം നടക്കും, 10-ാം തീയതി നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരും, മെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് പോവുക. മെയിലിലേക്കാണ് ഇന്റിമേഷൻ വരിക. സൈറ്റിൽ കയറി നമ്മൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പൊ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സാമിന് പോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത്, ഫോട്ടോ വേണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം സെന്റേഴ്സ് എവിടെയാണ് വരുന്നത് അതിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതല്ല, ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ ഒരു നല്ല ഇതിലേക്ക് ആവണം, ഹൈ സ്പീഡിൽ അതിന്റെ സ്പീഡ് കൂട്ടാം, പ്രിപ്പറേഷൻ വേറെ രീതിയിലേക്ക് ഹൈ ലെവൽ ആക്കണം, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ കൗൺസിലിംഗ് ടീമിന്റെ നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 7736122215 7736122215. ഈ നമ്പറിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ടും ഗൈഡൻസും തരും. അതുകൂടാതെ നിങ്ങൾക്ക് ഇനി മെയിൻസിന്റെ കോച്ചിങ് ആയാലും, ഇപ്പൊ നമുക്ക് പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസ് ഉണ്ട്, മെയിൻസിന്റെ കോച്ചിങ്, അല്ലെങ്കിൽ SBA PO പ്രിലിമിനറി എക്സാമിനേഷന്റെ കോച്ചിങ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിലേക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് ചെയ്തു തരും. നമ്പർ മറക്കണ്ട, 7736122215. ഒരു വട്ടം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ പ്രിലിംസ് SBA ക്ലർക്കിന്റെ ജൂനിയർ അസോസിയേറ്റ്സ് പ്രിലിംസ് നടക്കുന്ന ദിവസങ്ങൾ ഫെബ്രുവരി മാസം 22-ാം തീയതി, 27-ാം തീയതി, 28-ാം തീയതി, ഒരു ദിവസം കൂടിയുണ്ട്. മാർച്ച് മാസം 1-ാം തീയതിയാണ്. 10-ാം തീയതി, ഫെബ്രുവരി മാസം 10-ാം തീയതി തൊട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. ഈ വർഷം നിങ്ങളുടെ സ്വന്തമാണ്. 426 വേക്കൻസി, നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ബാക്ക് ടു ബാക്ക് എക്സാംസ് ഉണ്ട്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. സെറ്റാണ് കാര്യങ്ങൾ. ഒരൊറ്റ പഠിത്തം മതി നമുക്ക് ഇക്കൊല്ലം. അപ്പൊ ഇക്കൊല്ലം 2025 നിങ്ങളുടെ സ്വന്തമാണ്. അത് നമ്മൾ എന്ത് ചെയ്യാ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ, ആ ഒരു വേക്കൻസി അത് എനിക്കുള്ളതാണ്. ബാക്കിയുള്ള വേക്കൻസിലേക്ക് മതി മറ്റുള്ളവർ മത്സരിക്കാൻ, അല്ലേ? ആ ഒരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ആണ് ഉണ്ടാവേണ്ടത്. നിങ്ങളിൽ നിങ്ങൾ തന്നെ വിശ്വസിക്കണം. എന്നിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചില്ലെങ്കിൽ ഞാൻ കരുതാണ് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു കല്ല് കെടുക്കാണ്, ഒരു 30-40 കിലോഗ്രാമുള്ള കല്ല് അവിടെ കെടുക്കാം. ഞാനപ്പോൾ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞതൊന്ന് മാറ്റിയിടോ. പക്ഷെ ഞാൻ അവിടെ പോയി എന്റെ എഫേർട്ട് ഇടാണ്. ആ കല്ല് ഞാൻ സ്വയം എടുക്കാൻ ശ്രമിച്ചു. ചിലപ്പോൾ ആദ്യം എനിക്ക് പറ്റിയെന്ന് വരില്ല. ഞാൻ വീണ്ടും ശ്രമിച്ച് അത് ഞാൻ പൊക്കി ഞാൻ അവിടെ മാറ്റി വെക്കുമ്പോൾ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ, കാരണം ഇനി അതേപോലെ ഒരു കല്ല് അവിടെ കെടുക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ആ കല്ല് എനിക്ക് പൊക്കാൻ പറ്റും, അത് എടുത്ത് ഉയർത്തി മാറ്റി വെക്കാൻ എനിക്ക് പറ്റും.
അതാണ് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. വെറും വർക്ക് ചെയ്താൽ പോരാ, ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഈ വർഷം നിങ്ങളുടേതാവട്ടെ, നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. എന്നിട്ട് നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു.